കഥയെ ആരംഭിക്കുന്നത് അലീന സുഹീത്ത എന്ന യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അലീന വളർന്നതൊക്കെ ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അൽ അൻവാർ ബോർഡിംഗ് സ്കൂൾ. ആ ബോർഡിംഗ് സ്കൂളിന്റെ ഉടമകളായിട്ടുള്ളവർ, അവിടുത്തെ പ്രധാന അധ്യാപകരായിട്ടുള്ളവർ അലീനയെ അതിന്റെ അടുത്ത അനന്തരാവകാശിയായി, അതായത് അൽ അൻവാർ സ്കൂൾ നോക്കി നടത്താൻ കെൽപ്പുള്ളവളായി തിരഞ്ഞെടുത്തിരുന്നു. കൂട്ടത്തിൽ തന്നെ അവരുടെ മകൻ ഗസ് ബിർവിനായി അലീനയെ അവർ വിവാഹമാലോചിക്കുകയും ചെയ്തു. അലീന ഒട്ടും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു സംഗതിയായിരുന്നു അത്. അവളേറെ സന്തോഷവതിയായിരുന്നു. താനേറെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കുടുംബത്തിലേക്ക് മരുമകളായി ചെന്നു കയറുക. താൻ ആദ്യമായി അൽ അൻവാർ ബോർഡിംഗ് സ്കൂളിലേക്ക് എത്തിയതിനെ പറ്റിയും ഗസ്ബറുവിനെ മീറ്റ് ചെയ്തതിനെ പറ്റിയുമൊക്കെ ആ ഒരു നിമിഷത്തിൽ അലീന ആലോചിക്കുന്നുണ്ട്. അലീന അന്ന് ബോർഡിംഗ് സ്കൂളിലെത്തിയപ്പോൾ ആ സ്കൂളിന്റെ നടത്തിപ്പുകാരായ ഗസ്ബറുവിന്റെ മാതാപിതാക്കൾ തന്നെയായിരുന്നു അലീനയെ ഗസ്ബറുവിനെ പരിചയപ്പെടുത്തിയത്. അന്നേ ഉള്ളിലുള്ള ഒരു തോന്നൽ പോലെ അവർ പറഞ്ഞിരുന്നു, ഭാവിയിൽ നമ്മുടെ ഈ മക്കൾ നമ്മുടെ ഈ ബോർഡിംഗ് സ്കൂളിനെ നയിക്കട്ടെ എന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിക്കാനും പോകുന്നു. പക്ഷെ നേരെ തിരിച്ച് ഗസ്ബറുവിന്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെയുണ്ട്. ഗസ്ബറു സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റ് ഒക്കെയായിരുന്നു. അടിച്ചമർത്തലിനെ പറ്റിയും സ്വാതന്ത്ര്യത്തെ പറ്റിയും സ്വന്തം തീരുമാനത്തെ പറ്റിയുമൊക്കെ ഒരുപാട് സംസാരിച്ചിരുന്ന ഗസ്ബറു തന്റെ കാര്യത്തിലേക്ക് വന്നപ്പോ അതൊന്നും നടക്കാത്തതിൽ ഏറെ ദുഃഖിതനായിരുന്നു. പാരന്റ്സ് അലീന സുഹീത്തയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ഗസ്ബറുവിന് അതിന് തലകുലുക്കേണ്ടി വന്നു. പാരന്റ്സിനെ വിഷമിപ്പിക്കാൻ ഗസ്ബറുവിന് സാധിക്കില്ലായിരുന്നു. യാഥാർത്ഥ്യത്തിൽ ഗസ്ബറു അലീനയെ പ്രണയിച്ചിരുന്നില്ല, ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഗസ്ബറുവിന്റെ ഉള്ളിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പണ്ട് തൊട്ടേ അവന്റെ കൂടെ ഉണ്ടായിരുന്ന, അവന്റെ സുഹൃത്തായിരുന്ന, സന്തത സഹചാരിയായിരുന്ന, പ്രണയിനിയായിരുന്ന പെൺകുട്ടി രത്ന റെൻഗ്യാനിസ്. ജീവിതത്തിൽ ആ ഒരു സാഹചര്യം വന്നപ്പോ റെൻഗ്യാനിസിനെ ബെറുവിനെ കൈയൊഴിയേണ്ടി വന്നു. അൽ അൻവാർ ബോർഡിംഗ് സ്കൂൾ നോക്കി നടത്താനൊന്നും അവന്റെ പാരന്റ്സ് ആഗ്രഹിച്ച പോലെ ബെറുവിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഗസ്ബറു സ്വന്തമായി ഒരു കഫേ നടത്തിയിരുന്നു. ആ കഫേ നടത്തിപ്പിനെ പറ്റി അവന്റെ അച്ഛൻ അറിയുകയുമില്ല. അച്ഛൻ ദേഷ്യപ്പെടും എന്നുള്ള കാര്യവും അവൻ അറിയാമായിരുന്നു. മാത്രമല്ല ആളൊരു NGOയിൽ സജീവമാണ്. അവരുടെ തന്നെ NGOയുടെ ഒരു പ്രധാന ലീഡറും ഗസ്ബറു ആണെന്ന് പറയാം. അവൻ NGOക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, നേരിന്റെ പാതയിലാണ്, തങ്ങൾ ആഗ്രഹിച്ച പോലാണ് ജോലി നോക്കുന്നത് എന്നൊക്കെയായിരുന്നു ഗസ്ബറുവിന്റെ പാരന്റ്സ് കരുതിയിരുന്നത്. എന്തായാലും ഇത്തരത്തിൽ രണ്ടു വഴിയിലൂടെ കടന്നുപോകുന്ന അലീന സുഹീത്തയും ഗസ്ബറുവും അങ്ങനെ വിവാഹിതരാവുകയാണ്. വിവാഹത്തിന്റെ അന്ന് അലീന തന്റെ ഗ്രാൻഡ് പാരന്റ്, അതായത് മുത്തച്ഛൻ പറഞ്ഞൊരു കാര്യം ഓർത്തു. അലീന സൽമ എന്ന പേരായിരുന്നു ആദ്യം അവർ അലീനയ്ക്ക് ഇട്ടിരുന്നത്. പക്ഷേ ഈ സൽമ എന്ന പേര് മുത്തച്ഛൻ അത്ര പരിചയമുള്ള ഒന്നായിരുന്നില്ല. മുത്തച്ഛൻ അറിയാവുന്നത് ദേവി സുഹീത്ത എന്ന പേരുള്ള വലിയൊരു ഭരണാധികാരിയായ സ്ട്രോങ് ആയ ഒരു സ്ത്രീയെയായിരുന്നു. മുത്തച്ഛൻ ആ പേര് അലീനയ്ക്കിടാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവർ അലീന സൽമ എന്ന പേര് അലീന സുഹീത്ത എന്നാക്കി മാറ്റി. ബോർഡിംഗ് സ്കൂളിൽ പോവാൻ മടിച്ച സങ്കടപ്പെട്ടു നിന്ന അലീനയോട് സുഹീത്തയെപ്പോലെ ധൈര്യവതിയാകണം എന്ന് വന്ന് മുത്തച്ഛൻ പറഞ്ഞിരുന്നു. വിവാഹ ദിവസം അവളുടെ മുത്തച്ഛയും അവൾ ഉപദേശിച്ചു, ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വരും, ഒക്കത്തിനെയും ധൈര്യത്തോടെ തരണം ചെയ്യണം എന്നായിരുന്നു അവർ പറഞ്ഞത്. വൈകാതെ വിവാഹ ചടങ്ങുകൾ തന്നെ നടക്കുകയാണ്. വിവാഹ ചടങ്ങുകൾക്കിടയിൽ ഗസ്ബറുവിന്റെ കാമുകിയായിരുന്ന റെൻഗ്യാനിസും ഉണ്ടായിരുന്നു. അവൾക്ക് നിക്കാഹൊന്നും കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. ദുഃഖത്തോടെ ചടങ്ങുകൾ പൂർത്തിയാവുന്നതിന് മുമ്പേ അവൾ തിരികെയോടി. അവളെ പിക്ക് ചെയ്യാൻ എത്തിയത് അവളുടെ സുഹൃത്തും വൺ സൈഡായി നാളുകളായി അവളെ പ്രണയിക്കുന്ന അവളുടെ ഒരു കൂട്ടുകാരനുമായിരുന്നു. അദ്ദേഹം എത്തി അവളെ കൂട്ടിക്കൊണ്ടുപോയി. വിവാഹ ചടങ്ങുകൾ ഒരു വശത്ത് ഗംഭീരമാകുമ്പോൾ മറുവശത്ത് റെൻഗ്യാനിസ് മനസ്സ് തകർന്ന് പൊട്ടിക്കരയുകയായിരുന്നു. അങ്ങനെ ആദ്യ രാത്രി എത്തി. മധുവിതുരാവിനായി അലീന കാത്തിരിക്കുകയാണ്. അധികം വൈകിയില്ല. ഭർത്താവ് ഗസ്ബറുവും മുറിയിലേക്ക് കടന്നു വന്നു. അലീന നാണത്തോടെ കുറച്ച് മുഖം താഴ്ത്തിയിരുന്നു. പക്ഷെ വന്ന ഗസ്ബറു അപ്രതീക്ഷിതമായി അലീനയോട് മറ്റൊരു തരത്തിൽ സംസാരിക്കാൻ ആരംഭിച്ചു. അലീന, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഗസ്ബറു പറഞ്ഞു. അലീനയിൽ അത് ചെറിയൊരു നെട്ടലുണ്ടാക്കിയിരുന്നു. പിന്നാലെ അലീനയ്ക്ക് അടുത്തു വന്നു നിന്ന് ഗസ്ബറു പറയാൻ തുടങ്ങി, നീ ശ്രദ്ധിച്ചു കേൾക്കണം, അത് നിന്റെ തെറ്റൊന്നും കൊണ്ടല്ല. എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും നിർബന്ധപ്രകാരമാണ് ഞാൻ നിന്നെ ഇപ്പൊ വിവാഹം കഴിച്ചത്. അൽ അൻവാർ ബോർഡിംഗ് സ്കൂൾ നയിക്കാൻ ഏറ്റവും പ്രാപ്തിയായ ആള് നീയാണ് എന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. അവരെന്നോട് നിന്നെ വിവാഹം കഴിക്കാമെന്ന് ചോദിച്ചു. അവരുടെ ഒറ്റ മകനായി എനിക്ക് അവരെ അങ്ങനെ വേദനിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. നമ്മൾ ഒരേ മുറിയിൽ ഇവിടെ താമസിക്കും, പക്ഷേ ഒരിക്കലും ഞാൻ നിന്നെ തൊടുകയില്ല. നീ ഈ കട്ടിലിലും ഞാൻ ആ സോഫയിലുമായിരിക്കും കിടക്കുക. അക്ഷരാർത്ഥത്തിൽ അത് കേട്ടതും അലീന ഞെട്ടിയിരുന്നു. അവിടെ നിന്ന് തിരികെ നടക്കുമ്പോ ഗസ്ബറു ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ പാരന്റ്സ് ഈ വിവരം അറിയരുത്, അവരെ വേദനിപ്പിക്കരുത് എന്ന് നമുക്ക് രണ്ടാൾക്കുമില്ലേ? ഗസ്ബറുവിന്റെ ചോദ്യത്തിന് അതേ എന്ന് അലീന പറഞ്ഞു. അത് പറയുമ്പോഴും ഏറെ വേദന അവളുടെ ഉള്ളിൽ തങ്ങി നിന്നിരുന്നു. തന്റെ ആദ്യ രാത്രി ഇങ്ങനായി തീരും എന്നവൾ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിരുന്നില്ല. നിറകണ്ണുകളോടെ അന്നവൾ
ബെഡിൽ കിടന്നു. പണ്ടവളുടെ മുത്തശ്ശൻ പറഞ്ഞ ആ വാക്കുകൾ ഓർത്തു. ജീവിതത്തിൽ ഇന്നുള്ള പ്രതിസന്ധികളെയൊക്കെ ഫേസ് ചെയ്താൽ അത് നമ്മളെ ഭാവിയിൽ മോക്ഷത്തിലേക്ക് നയിക്കുമെന്ന്. വിവാഹശേഷം രണ്ടാളുടെയും ജീവിതം മുമ്പോട്ട് പോവാൻ തുടങ്ങി. അലീന പതിവ് പോലെ ബോർഡിംഗ് സ്കൂളിലെ തന്റെ ക്ലാസുകൾ എടുത്തു. ഗസ്ബിറു ആകട്ടെ തന്റെ NGO പ്രവർത്തനങ്ങളും ക്ലാസുകളുമൊക്കെയായി മുമ്പോട്ട് പോയി. അന്ന് രാത്രി വീട്ടിൽ പാരന്റ്സും അലീന സുഹിത്തയും ഭക്ഷണം കഴിക്കുകയായിരുന്നു. അലീനയുണ്ടാക്കിയ വിഭവങ്ങൾ ബിറുവിന്റെ അച്ഛന് വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അതിന് അലീനയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഗസ്ബിറുവിന്റെ പാരന്റ്സിനെ സ്വന്തം പാരന്റ്സ് എന്ന രീതിയിൽ മികച്ച രീതിയിലായിരുന്നു അലീന പരിപാലിച്ചു വന്നത്. തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ അവൾ അവരോട് സംസാരിച്ചത് കൂടിയില്ല. മറുവശത്ത് ബിറുവാകട്ടെ തന്റെ കൂട്ടുകാരോട് സംസാരിക്കുകയായിരുന്നു. അവരുടെ NGOയുടെ ഭാഗമായിരുന്ന റെങ്കാനേസ് നിലവിൽ NGOയിൽ സജീവമല്ല. വൈകാതെ ജേർണലിസ്റ്റ് കുട്ടികളുടെ ട്രെയിനിങ് ക്ലാസും ഒക്കെ വരുന്നുണ്ട്. അതിലൊക്കെ റെങ്കാനിസ് പങ്കെടുക്കുമോ എന്ന് കൂട്ടുകാർക്ക് ആശങ്കയുണ്ടായിരുന്നു. വിവാഹത്തോടെ റെങ്കാനിസ് ആർഗ മാറിപ്പോയെന്നും അവൾ മറ്റേതോ NGOയിൽ ചേരാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ കൂട്ടുകാര് ഗസ്ബിറുവിനോട് പറയുകയാണ്. ഗസ്ബിറു റെങ്കാനിസ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്നൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നതാണ്. അതൊക്കെ തെറ്റിപ്പോയി എന്നും കൂട്ടുകാർ സൂചിപ്പിച്ചു. ബിറുവിന് പറയാൻ മറുപടികൾ ഉണ്ടായിരുന്നില്ല. കുറച്ചു സമയത്തിനു ശേഷം ബിറു വീട്ടിലേക്ക് മടങ്ങിയെത്തി. ആദ്യം അച്ഛനെയും അമ്മയും കണ്ട് ബിറു സംസാരിച്ചു. എവിടെയാണെന്ന് ചോദിച്ചപ്പോ എന്താ ഇത്ര വൈകിയതെന്ന് ചോദിച്ചപ്പോ മലേഷ്യന്ന് ഒരു സംഘം ഓർഫൻ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയായിരുന്നു ബിറു എന്ന് പറഞ്ഞത്. എന്തായാലും അതിനുശേഷം ബിറു നേരെ ബെഡ്റൂമിലെത്തി. സുഹീത്ത അവിടെ ബിറുവിനെ കാത്തുനിന്നിരുന്നു. അലീന സുഹീത്ത ബിറുവിനോട് ഇസ്ലാമിക അഭിവാദ്യം ചെയ്തു. ബിറുവും പ്രത്യഭിവാദ്യം ചെയ്തു. ബിറുവിൽ മാറ്റങ്ങൾ ഉണ്ടാകും, തന്നെ സ്നേഹിക്കും എന്ന പ്രതീക്ഷയിലൊക്കെയായിരുന്നു അലീന. പക്ഷെ അന്നും മറ്റൊന്നും സംഭവിച്ചില്ല. വന്നപാടെ താൻ വായിച്ചു വെച്ച പുസ്തകം എവിടെ എന്ന് ചോദിച്ച് ബിറു അലീനയോട് ചെറുതായി ഒന്ന് ദേഷ്യപ്പെട്ടു. താൻ അത് എടുത്തു വെച്ചതാണെന്ന മട്ടിൽ അലീന പറഞ്ഞപ്പോ ബിറുവിന് അതത്ര രസിച്ചില്ല. എന്റെ സാധനങ്ങളൊന്നും എടുക്കണ്ട, അത് എവിടെ ഉണ്ടായിരുന്നോ അവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് ബിറു പറഞ്ഞു. ബിറുവിന് ചായ എടുക്കാനൊക്കെ അലീന ശ്രമിച്ചെങ്കിലും ബിറു അത് കുടിക്കാനോ ഒന്നും തയ്യാറായില്ല. വന്നപാടെ ഫോണിൽ നോക്കിയിരിക്കാൻ തുടങ്ങി. തുടർച്ചയായി മെസ്സേജുകൾ വരുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അലീന കുറച്ച് അസ്വസ്ഥയൊക്കെ ആകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് ബിറു കുളിക്കാൻ പോയപ്പോ ബിറുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അതും വാട്സപ്പ് വോയിസ് കോൾ. വിളിച്ചിരിക്കുന്നതാകട്ടെ റെങ്കാനിസ് ആണ്. ഫോൺ എടുത്തത് അലീനയായിരുന്നു. അത് കണ്ടതും അലീന ആകെ വല്ലാതായി. ആരാണ് ഈ റെങ്കാനിസ്? എന്തിനാണ് ബിറുവിനെ ഈ നേരത്തൊക്കെ വിളിക്കുന്നത് എന്നൊക്കെ സ്വാഭാവികമായും അലീനയ്ക്ക് തോന്നിയിരിക്കണം. അവൾ എന്തായാലും ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. പിന്നാലെ വന്ന ബിറു റെങ്കാനിസിനെ തിരികെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി. അലീന ഉറങ്ങുകയാണെന്ന് കണ്ടായിരുന്നു ഫോൺ വിളിച്ചവൻ പുറത്തേക്ക് പോയത്. ആരെയാണ് ബിറു വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അലീന പിന്നാലെ ചെല്ലുവാണ്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല റെങ്കാനിസ്, എനിക്ക് നിന്നോടൊന്ന് സംസാരിച്ചാൽ മതി എന്നൊക്കെ ബിറു ഫോണിലൂടെ സംസാരിക്കുന്നത് പിന്നാലെ വന്ന അലീന കേട്ടു. അവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ബിറുവിന് മറ്റൊരു റിലേഷൻ ഉണ്ട് എന്ന് ആ നിമിഷം അവൾ മനസ്സിലാക്കുകയായിരുന്നു. മനസ്സിനെ പാകപ്പെടുത്താൻ അവൾ തിരികെ വന്ന് പ്രാർത്ഥനയിൽ മുഴുകി. തിരികെ വന്ന ബിറു കണ്ടത് അതായിരുന്നു. ബിറു ആണെങ്കിൽ അവളോട് പിന്നൊന്നും സംസാരിച്ചതുമില്ല. അടുത്ത ദിവസം പതിവ് പോലെ ബോർഡിംഗ് സ്കൂളിലേക്ക് തന്റെ ക്ലാസ്സിനും മറ്റുമായി അലീന എത്തുകയാണ്. അന്ന് അലീനയെ വിസിറ്റ് ചെയ്യാൻ അവിടെ ഒരു വിസിറ്റർ ഉണ്ടായിരുന്നു. ധർമ്മ എന്ന പേരുള്ള അവിടുത്തെ തന്നെ മുൻ അധ്യാപകനായിരുന്നു അദ്ദേഹം. ധർമ്മ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് അലീനയും കൂട്ടുകാരിയും അദ്ദേഹത്തെ പറ്റി പ്രണയച്ചുവയോടെ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ധർമ്മയ്ക്കും അന്ന് അലീനയോട് ചെറിയൊരു പ്രണയമൊക്കെ തോന്നിയിരുന്നു. ഇപ്പോഴും അയാളുടെ ഉള്ളിൽ അതിന്റെ അംശങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ധർമ്മ ഇപ്പോൾ പ്രശസ്തനായ ഒരു പുരോഹിതന്റെ അനുയായിയാണ്. അവിടെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ മുതിർന്ന കുട്ടികൾക്ക് മാത്രമേ ക്ലാസ്സൊക്കെ ഉള്ളൂ. ജൂനിയർ ഹൈസ്കൂൾ ലെവലിലൊന്നും ക്ലാസ് ഇല്ല. അതുകൊണ്ട് അവിടുത്തെ കുറച്ച് അനാഥ കുട്ടികളെ ഈ ബോർഡിംഗ് സ്കൂളിലാക്കാനെത്തിയതായിരുന്നു ധർമ്മ. കാര്യങ്ങളൊക്കെ അലീനയോട് വിശദീകരിച്ചത് ബോർഡിംഗ് സ്കൂളിന്റെ ഉടമയും അധ്യാപികയുമായ അലീനയുടെ അമ്മായിയമ്മയായിരുന്നു. എന്തായാലും കാര്യങ്ങള് ധർമ്മയുമായി സംസാരിച്ച് ചോദിച്ചറിയൂ എന്ന് പറഞ്ഞവർ അലീനയെ ധർമ്മയ്ക്കടുത്താക്കി പോയി. ധർമ്മയുമായി അലീന സംസാരിച്ചു. നീ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, എന്താ കാര്യം? എന്തുണ്ടെങ്കിലും എന്നോട് പറയാം എന്ന് ധർമ്മ പറഞ്ഞെങ്കിലും അലീന ഒന്നും മിണ്ടിയില്ല. ധർമ്മ പിന്നാലെ ഇതാണ് എന്റെ പുതിയ നമ്പർ എന്ന് പറഞ്ഞ് ഒരു നമ്പർ അലീനയുടെ കയ്യിൽ കൊടുത്ത് എന്തുണ്ടെങ്കിലും വിളിച്ചോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. പോരുന്നതിന് മുമ്പ് ന്യായ ഗംഗ് ബസാരി എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു പുരോഹിതന്റെ ഒരു ഖബർസ്ഥാനുണ്ട്. അവിടെ അലീന ചെന്നിട്ട് കുറെ നാളായല്ലോ, ബിറുവിനെയും കൂട്ടി ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങൂ എന്ന മട്ടിൽ അയാൾ പറയുകയും ചെയ്തിരുന്നു. ധർമ്മ കൊടുത്ത ഫോൺ നമ്പർ അലീന ചുരുട്ടിക്കൂട്ടി കളഞ്ഞു. അടുത്ത ദിവസം അലീനയും കൂട്ടുകാരി അരുണയും കൂടി പാർലറിൽ പോയിരിക്കുകയാണ്. അലീന വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ സൈലന്റ് ആയിരുന്നത് അരുണ ശ്രദ്ധിച്ചിരുന്നു. എന്താ കാര്യം? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ലൈംഗിക ബന്ധമൊന്നും നല്ല രീതിയിലല്ലേ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ എന്നൊക്കെ അരുണ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ സ്വയം ഉറപ്പിച്ച പോലെ നിങ്ങൾക്കിടയിലെ ദാമ്പത്യ ബന്ധം അത്ര നല്ലതല്ല, അതല്ലേ ഇങ്ങനെ, ഇതൊക്കെ സ്വാഭാവികമായെന്ന മട്ടിൽ അരുണ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി. പിന്നാലെ അരുണ അക്കാര്യത്തിൽ അലീനയെ ഒന്ന് സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു. അലീനയും കൂട്ടിക്കൊണ്ട് അന്ന് അവിടുത്തെ ഒരു കഫയിലേക്ക് അരുണ പോയി. നമ്മുടെ കാമസൂത്ര പോലെ അവിടുത്തെ ഒരു ബുക്കൊക്കെ എടുത്ത് എങ്ങനെ ഭർത്താവിനെ വശീകരിക്കണം, തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരണം എന്നതിനൊക്കെ പറ്റി അരുണ അലീനയ്ക്ക് അങ്ങ് ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. ഈ സമയം അവിടെ ഒരു ബുക്ക് ലോഞ്ച് ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. റെൻഗ്യാനിസ് ആയിരുന്നു ഹോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ബുക്ക് റിലീസാകുന്നത് റെൻഗ്യാനിസിനെ ഇന്നും വൺ സൈഡായി പ്രണയിച്ചുകൊണ്ടിരുന്ന റെൻഗ്യാനിസിന്റെ സുഹൃത്ത് ആര്യയുടേതായിരുന്നു. അവരങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഇവന്റ് നടക്കുന്ന ആ സമയത്ത് അങ്ങോട്ടേക്ക് ഗസ് ബിറു കടന്നു വരികയാണ്. ബിറു റെൻഗ്യാനിസിനോട് സംസാരിക്കാനായിരുന്നു എത്തിയത്. പക്ഷെ ബിറുവിനെ കണ്ടതും റെൻഗ്യാനിസ് വേഗം പരിപാടിയിൽ നിന്ന് പോവാൻ തുടങ്ങി. ആര്യ അവളെ കൂട്ടിക്കൊണ്ടും പോയി. പുറത്തേക്ക് ഇറങ്ങി വന്ന ബിറു അലീനയും കൂട്ടുകാരിയും അവിടുന്ന് പോകുന്നു കണ്ടതും അവളുടെ കണ്ണിൽപ്പെടാതെ ഒന്ന് മറഞ്ഞു നിന്നു. അന്ന് വീട്ടിലെത്തിയ അലീന അരുണ കൊടുത്ത ആ ബുക്ക് വായിച്ചു. ബിറു വരുമ്പോ ബിറുവിനെ വശീകരിക്കാൻ പാകത്തിന് നഗ്നമേനി കാണിക്കുന്ന കുറച്ച് വസ്ത്രങ്ങളും മറ്റുമിട്ട് തയ്യാറായി നിന്നു. മുറിയിലേക്ക് കടന്നു വന്ന ബിറു ആ കാഴ്ച കണ്ട് ഒരു നിമിഷം ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. മനുഷ്യനാണല്ലോ. അലീനയോട് ഒരു ലൈംഗികാകർഷണം അവന് തോന്നുക പോലും ചെയ്തു. അലീനയ്ക്ക് അടുത്ത് ചെന്ന് അവനിരുന്നു. കുളിക്കാൻ കയറിയപ്പോ എന്ത് ചെയ്യുമെന്നറിയാതെ ബിറു ആകെ വല്ലാതാവുന്നുണ്ട്. തിരികെ വന്ന് അലീനയ്ക്കടുത്തിരുന്ന് അവർക്കിടയിൽ എന്തോ സംഭവിക്കും എന്ന ഘട്ടമെത്തി. ചുംബിക്കാൻ പരസ്പരം അവർ മുഖമടുപ്പിച്ചു വന്നു. പെട്ടെന്നായിരുന്നു ബിറുവിന്റെ ഫോൺ റിങ് ചെയ്തത്. ബിറു ഫോൺ എടുത്ത് പുറത്തേക്കിറങ്ങി. വിളിച്ചതാകട്ടെ റെൻഗ്യാനിസും. അത് കണ്ട് അലീന ആകെ വല്ലാതാവുന്നുണ്ടായിരുന്നു. ബിറു റെൻഗ്യാനിസുമായി പുറത്തിറങ്ങി സംസാരിച്ചു. താനിപ്പോൾ ഒരുപാട് കഷ്ടത്തിലാണ്. നീ ഇങ്ങനെ ജോലിയുടെ കാര്യത്തിൽ കൂടി ഇത്തരത്തിൽ പെരുമാറിയ എന്റെ കാര്യം വല്ലാതെ കഷ്ടത്തിലാകും എന്നൊക്കെ റെൻഗ്യാനിസ് പറയുന്നത് അലീന കേട്ടിരുന്നു. ബിറു മുറിയിലേക്ക് എത്തുമ്പോ അലീന വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുകയാണ്. അകത്തേക്ക് കയറി വന്ന ബിറു കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു, ഇതുപോലെ ഓരോന്നുമായിട്ട് ഇനി മുമ്പിലേക്ക് വന്നേക്കരുത്. അലീന വല്ലാത്ത ദുഃഖിതയായി പോയിരുന്നു. മുറിയിൽ നിന്നു മാറി അവൾ ഏറെ നേരം പൊട്ടിക്കരഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ കുറച്ചു വൈകിയിട്ടും ബിറു ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് സമയമായിട്ടും ബിറുവിനെ കാണാതെ പാരന്റ്സ് അവനെ വിളിച്ചുകൊണ്ടുവരാൻ അലീനയോട് പറഞ്ഞു. അലീനയാണെങ്കിൽ ബിറു എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കുവാണ് എന്നായിരുന്നു പറഞ്ഞതും. മുകളിലേക്ക് എത്തിയ അവൾ ബിറുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. താഴെ പാരന്റ്സ് വിളിക്കുന്നെന്ന് പറഞ്ഞപ്പോ ബിറു തയ്യാറാവാൻ ബാത്റൂമിലേക്ക് ചെന്നു. അലീനയും എന്ത് ചെയ്യണമെന്നറിയാതെ പിന്നാലെ ചെന്നപ്പോ എന്താണ് നീ എന്റെ ഒപ്പം കുളിക്കാൻ പോകുവാണോ എന്നായിരുന്നു ബിറു ചോദിച്ചത്. അലീന എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ നിന്നു. കുളിച്ചു വരാൻ സമയമെടുക്കുമല്ലോ, താഴേക്കും പോവാൻ പറ്റില്ല. കുറച്ചു സമയം കഴിഞ്ഞിട്ടും അലീനയെ കാണാതെ ഉമ്മ അന്വേഷിച്ച് മുറിയിലേക്ക് എത്തി. ഡോറ് തുറന്ന് അലീന ഉമ്മയ്ക്ക് മുമ്പിൽ ചെന്നു. എന്താ ഇത്ര നേരമായിട്ടും വരാത്തെ? വാപ്പ അവിടെ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുക. ഉമ്മ പറഞ്ഞു, ബിറുവിന് വയറിന് നല്ല സുഖമില്ല, അവനിപ്പോ കുളിക്കുന്നേയുള്ളൂ. എന്റെ ദൈവമേ എന്ന് പറഞ്ഞ ഉമ്മ പെട്ടെന്ന് ചിരിയോടെ മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഒരു പണി ചെയ്യേ, നീയും അവന്റെ കൂടെ കുളിക്കാനങ്ങ് കൂടിക്കോ. എന്താ ഉമ്മ? അവൾ നാണത്തോടെ മുഖം കുനിച്ചു. ഉമ്മ പറഞ്ഞു, പ്രവാചകന്റെ കാലം തൊട്ട് ഇത്തരത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കുളിക്കാറൊക്കെയുള്ളതാ. അത് നല്ല കാര്യമാ. ഞാൻ ഓൾറെഡി കുളിച്ചതാ ഉമ്മേ. അതിനെന്താ മോളെ നീ പോയി കുളിക്കാൻ നോക്കുന്നേ? ഉമ്മ വീണ്ടും ഓരോന്നിങ്ങനെ അവളെ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മ പോയി കഴിയുമ്പോ തന്നെ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞ് ഉമ്മയെ ഒരു തരത്തിൽ അവൾ പറഞ്ഞു വിട്ടു. ഉമ്മ പോയതും അവൾ മുറിയിൽ മാറി നിന്നു. ബിറു കുളിച്ചു കഴിഞ്ഞു വന്നപ്പോ ഉമ്മ ഇവിടെ വന്നിരുന്നോ? എന്തിനാ വന്നത് എന്നവൻ അവളോടായി ചോദിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല, പെണ്ണുങ്ങളുടെ കാര്യങ്ങൾക്ക് എന്ന മട്ടിലായിരുന്നു അവൾ മറുപടി പറഞ്ഞത്. അന്ന് പുറത്തുപോയ ബിറു കൂട്ടുകാരുമായി കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായ കാര്യങ്ങളും അലീന തന്നെ ഇങ്ങനെ വശീകരിക്കാൻ നോക്കിയ കാര്യമൊക്കെ പറഞ്ഞു. നീ എന്താ വിവാഹിതനായിട്ടും ഇതൊന്നും ചെയ്യാത്തത് എന്ന മട്ടിലായിരുന്നു കൂട്ടുകാരുടെ ചോദ്യം. എന്നെ കൊണ്ട് പ്രണയമില്ലാണ്ടതൊന്നും പറ്റില്ലടോ എന്ന മട്ടിൽ ബിറു പറഞ്ഞെങ്കിലും കൂട്ടുകാർ അവനെ തന്നെ കുറ്റപ്പെടുത്തി. എനിക്ക് എന്തെങ്കിലും സഹായം ചോദിക്കാൻ പറ്റുന്ന, അഭിപ്രായം ചോദിക്കാൻ പറ്റുന്ന എന്റെ കൂട്ടുകാർ വരെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ ഞാൻ എന്താ ചെയ്യുന്നേ? എന്റെ അവസ്ഥ എന്തായാലും മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞ് ബിറു അവിടെ നിന്ന് പോരുകയാണ്. മറുവശത്ത് അലീനയാകട്ടെ വാപ്പയും ഉമ്മയുമായി സമയം ചെലവഴിക്കുകയായിരുന്നു. അവിടെ വെച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ വാപ്പയുടെ അടുത്ത് പല കാര്യങ്ങളും അവൾ തിരുത്തി കൊടുക്കുന്നു മറ്റുമുണ്ട്. തങ്ങളുടെ ചോയ്സ് മികച്ചതായിരുന്നു എന്ന് വാപ്പ ആ സമയം ഉമ്മയോട് പറഞ്ഞു. വൈകാതെ അവളെ അല്ലൻവാർ ബോർഡിംഗ് സ്കൂളിന്റെ പ്രിൻസിപ്പളാക്കാൻ തങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യവും അവർ അവളെ അറിയിക്കുകയാണ്. അലീനയ്ക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു. ജോലിയിൽ പ്രവേശിച്ച് ജോലി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരുമിച്ചൊരു ഹണിമൂൺ പോയാൽ എന്താ എന്ന മട്ടിലായി ഉമ്മയുടെ അടുത്ത ചോദ്യം. അലീന ഒന്ന് വല്ലാതായിരുന്നു. ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഉമ്മി എന്ന് പറഞ്ഞപ്പോ എങ്കിൽ അതിനെപ്പറ്റി വേഗം ചിന്തിക്ക് എന്ന മട്ടിൽ അവർ പറഞ്ഞു വെച്ചു. അലീന എന്ന ജോലി സ്ഥലത്ത് പോയപ്പോ ബിറു അവിടെ അവളെ കാണാനെത്തുകയാണ്. അവളെ പിടിച്ചു മാറ്റി നിർത്തി ബിറു കുറച്ച് ദേഷ്യത്തോടെ സംസാരിച്ചു. ഉമ്മ ബിറുവിനെടുക്കൽ അലീനയും കൂട്ടി ഹണിമൂൺ പോണ കാര്യം സംസാരിച്ചിരുന്നു. ബിറു ചിന്തിച്ചത് അലീന അങ്ങനെ പറഞ്ഞിട്ടായിരിക്കണം ഉമ്മ അത് അവനോട് പറഞ്ഞത് എന്ന മട്ടിലായിരുന്നു. പക്ഷെ സത്യമതല്ലല്ലോ, ഉമ്മയായിരുന്നല്ലോ അത് പറഞ്ഞത്. അലീന അത് ബിറുവിനോട് പറയാൻ ശ്രമിച്ചിട്ടും ബിറു മനസ്സിലാക്കിയില്ല. ഇതുപോലുള്ള നമ്പറുകളുമായി ഇനി വന്നേക്കരുത്, നമ്മൾ ഹണിമൂണിന് പോകുന്നില്ലെന്ന കാര്യം നീ തന്നെ എങ്ങനെയെങ്കിലും ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയേക്ക്, എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ബിറു ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. പാവം അലീന എന്തു ചെയ്യാനാണ്? കണ്ണുകൾ നിറഞ്ഞ് അവിടെ തന്നെ നിന്നു. അലീന പിന്നാലെ കൂട്ടുകാരി അരുണയെ വിളിച്ചു. പൊനോരോഗിയിലേക്ക് തന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. കാറുമായി അവൾ എത്തി. നീ ധർമ്മയെ കാണാനാണോ അവിടെ പോകുന്നേ എന്ന തരത്തിലായിരുന്നു അവൾ ചോദിച്ചത്. അലീന പറഞ്ഞു, അല്ല, എനിക്ക് അവിടെയുള്ള ന്യായി അഗൻ ബസാരിയുടെ മക്ബറയിൽ പ്രാർത്ഥിക്കണം. ഓ എന്ന് തലകുലുക്കി അരുൺ അവളുമായി പോവാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ അലീന വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. വണ്ടി ഒതുക്കിയപ്പോൾ അവൾ അടുത്തുള്ള കരിമ്പിൻ തോട്ടത്തിനകത്തേക്ക് നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു. അരുൺ അവളെ ആശ്വസിപ്പിക്കാൻ ചെന്നു.
ആ സമയമാണ് താനിപ്പോഴും ഒരു കന്യകയാണെന്നും ബിറു തന്നെ ഇതുവരെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല എന്ന് വേദനയോടെ അവൾ അരുണയോട് പറയുന്നത്. ഞെട്ടലോടെ എന്താണെന്ന് അവൾ ചോദിച്ചു. അവൻ തന്നെ സ്നേഹിക്കുന്നില്ലെന്നും കാര്യങ്ങളൊക്കെയും അവൾ അരുണയോട് വിശദീകരിച്ചു. അലീനയെ ചേർത്തു പിടിച്ച് അരുണ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇതേസമയം മറുവശത്ത് ബിറുവിനെ കാണുവാൻ റെങ്കാനിസ് എത്തിയിരുന്നു. അവരിരുവരും തമ്മിൽ സംസാരിച്ചു. ബിറുവിന്റെ NGO വിട്ടുപോകാൻ റെങ്കാനിസ് തീരുമാനിച്ചിരുന്നു. പകരം ഡയാൻ എന്നു പേരുള്ള ഒരു ലേഡിയെ അവിടെ അവൾ ആക്കി കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് പറ്റില്ല, റെങ്കാനിസ് തന്നെ അവിടെ വേണം, നീയാണ് മികച്ചത് എന്ന മട്ടിൽ ബിറു പറഞ്ഞെങ്കിലും തനിക്കിത് തുടരാൻ പറ്റില്ല എന്നായിരുന്നു അവളുടെ മറുപടി. വിവാഹം കാരണമാണോ ഇത് ചെയ്യുന്നത്? നിന്നേക്ക കഷ്ടത്തിലെ ഞാനെന്ന മട്ടിൽ ബിറു പറഞ്ഞപ്പോ അതുകൊണ്ടൊന്നുമല്ല, അതുമിതും കൂട്ടിക്കെട്ടണ്ട എന്നായിരുന്നു ദേഷ്യത്തിൽ റെങ്കാനിസ് പറഞ്ഞത്. അതേയെന്ന് പറഞ്ഞ് ബിറു അവളെ കുറ്റപ്പെടുത്തിയപ്പോ അങ്ങനെ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഞാനിവിടെ തുടർന്നോളാം എന്ന് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞ് അവൾ അവിടെ നിന്നിറങ്ങി. ഇതേസമയം മറുവശത്ത് അലീന പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു വന്നിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ധർമ്മയെ അവർ നേരിട്ട് കണ്ടു. സംസാരിക്കുമ്പോ അരുണയുടെ ചോദ്യത്തിൽ നിന്നും ധർമ്മ ഇതുവരെ വിവാഹിതനല്ല എന്ന കാര്യം വ്യക്തമായി. ഓ, അതിശയമായിരിക്കുന്നു, നിങ്ങളെന്താ ഇത്രയായിട്ടും വിവാഹം കഴിക്കാത്തെ എന്നറിഞ്ഞ് ചോദിച്ചപ്പോ ഇതുവരെ എനിക്ക് എന്റെ സോൾമേറ്റിനെ കണ്ടെത്താൻ പറ്റിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഓ, അതോ നിങ്ങളുടെ സോൾമേറ്റ് ഇപ്പൊ മറ്റാരുടെയെങ്കിലും കൂടെയാണോ എന്നറിഞ്ഞ അർത്ഥം വെച്ച് കുത്തി ചോദിച്ചു. ധർമ്മ ഒന്ന് വല്ലാതായി അലീനയെ നോക്കി. ഒന്നും മിണ്ടിയില്ല. പിന്നാലെ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നാലെ അരുണ അലീനയോട് ചോദിച്ചു, പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഉത്തരം കിട്ടിയോ? അലീന പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോ ഞാൻ എന്റെ മുത്തച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. എന്റെ പേരെന്തിനാ അലീന സുഹീത്തെ എന്നിട്ടതെന്ന്. ബിറുവുമായുള്ള എന്റെ ജീവിതം എന്റെ ലൈഫിൽ വരുന്ന യുദ്ധമുഖമാണ്. ഞാൻ ഇതിലൂടെ കടന്നുപോയേ പറ്റൂ. ഓക്കെ, അങ്ങനാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഒരു പണി ചെയ്യ്, ബിറുവിനെ എല്ലാ കാര്യത്തിലും നോക്കി ബിറുവിന്റെ കൂടെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്ത് നീ നിൽക്കൊന്നും വേണ്ട. നീ നിന്റെ കാര്യം നോക്ക്, അവൻ നിന്റെ പുറകെ വരെ നോക്കാമല്ലോ. അന്ന് തിരികെ വീട്ടിലെത്തിയപ്പോ അലീന വൈകിയിരുന്നു. ഉമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ വൈകിയതിന്റെ പേരിൽ, ഉമ്മയ്ക്ക് ചെറിയ രോഗാവസ്ഥ വന്നതിന്റെ പേരിൽ ബിറു അന്ന് അലീനയോട് ദേഷ്യപ്പെട്ടു. പക്ഷെ ഉമ്മ അലീനയുടെ സപ്പോർട്ടിനെത്തി. അവളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടാ പോയതെന്നും താനാണ് കഴിക്കാൻ മറന്നത് എന്നും അവർ അവനോട് പറഞ്ഞു. അലീന ഉമ്മയുടെ മുറിയിലേക്ക് കയറി ഉമ്മയോട് ക്ഷമ ചോദിച്ചു. ഉമ്മ അവളെ ചേർത്ത് പിടിച്ചു. കുഴപ്പമൊന്നുമില്ലെന്നും നീ ഹാപ്പി ആയിട്ടിരിക്കാനും പറഞ്ഞു. അന്ന് രാത്രിയിൽ ബിറു ഹെഡ്ഫോണിൽ എന്തൊക്കെയോ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അലീനയാണെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ ബിറു ഹെഡ്ഫോൺ മാറ്റിയപ്പോൾ മനോഹരമായി അവളുടെ ഖുർആൻ പാരായണം കേട്ടു. അതിലവൻ ലയിച്ചുപോയി. ഒരു നിമിഷം തന്റെ മുമ്പിലിരിക്കുന്നത് റെൻകാനിസ് ആണോ എന്ന് അവന് തോന്നി. അവൻ തന്റെ കൈ നീട്ടി അവളുടെ തോളിൽ തൊട്ടു. പെട്ടെന്ന് അലീന തിരിഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. അത് അലീനയാണെന്ന് കണ്ടതും പെട്ടെന്ന് അവൻ കൈ പിൻവലിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി. അടുത്ത ദിവസം NGOക്ക് മലാങ്ങിൽ വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ബിറു റെൻകാനിസിനെ വിളിച്ചു. താൻ ആര്യക്കൊപ്പം വന്നോളാമെന്നും അവൻ വരേണ്ടതില്ല എന്നുമായിരുന്നു റെൻകാനിസ് പറഞ്ഞത്. ബിറുവിനതത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. റെൻകാനിസ് അവരുടെ പഴയ കാലം ഓർത്തു. എത്രമാത്രം പുരോഗമനവാദിയായിരുന്നു ബിറുവെന്നും അവരുടെ ആ നല്ല നാളുകളെന്നും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അടുത്ത ദിവസം ആര്യ റെൻകാനിസിനെ കൂട്ടാനെത്തി. അന്ന് ആര്യ റെൻകാനിസിനോട് ചോദിച്ചു, നീ നെതർലാൻഡിലേക്ക് പോകുവാണെന്ന് പറഞ്ഞല്ലോ, അക്കാര്യം നിന്റെ കൂട്ടുകാരോട് പറഞ്ഞോ? ഇല്ലെന്നായിരുന്നു അവൾ പറഞ്ഞത്. ആര്യ മറുപടിയായി പറഞ്ഞു, ബിറു കാരണമല്ലല്ലോ നീ ഇങ്ങനെ മടിക്കുന്നത്. റെൻകാനിസ് മറുപടിയൊന്നും പറഞ്ഞില്ല. ആര്യയ്ക്ക് അതിൽ തെല്ല് വെല്ലായ്മ തോന്നിയിരുന്നു. അന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് റെൻകാനിസ് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോ ബിറു അവിടെ കാത്തുനിന്നിരുന്നു. റെൻകാനിസിനെ പിടിച്ചു നിർത്തി ബിറു സംസാരിച്ചു. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാനിപ്പോഴും സ്നേഹിക്കുന്നത് നിന്നെയാണ്. ബിറു അത് പറഞ്ഞപ്പോ ഒരുപാട് വൈകിപ്പോയി, ഇനിയൊന്നും പറ്റില്ല എന്നായിരുന്നു റെൻകാനിസ് പറഞ്ഞത്. ബിറു പറഞ്ഞു, അങ്ങനല്ല, നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നില്ലേ? ബിറുവിന്റെ ചോദ്യത്തിന് റെൻകാനിസ് അവന്റെ കൈ വെടിവെപ്പിച്ച് ഗൗരവത്തിൽ വീട്ടിൽ കയറി വാതിലടച്ചു. അകത്ത് അവൾ വേദന കൊണ്ട് വിതുമ്പുന്നുണ്ടായിരുന്നു. പുറത്ത് ബിറുവാകട്ടെ എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു. അവരുടെ പ്രണയകാലത്തെപ്പറ്റി റെൻകാനിസ് ഒന്നോർത്തു. കുറച്ചു സമയം കഴിഞ്ഞ് ബിറു പുറത്തുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അവൾ വാതിൽ തുറന്നെങ്കിലും ബിറു പോയി കഴിഞ്ഞിരുന്നു. അന്ന് വീട്ടിലേക്കെത്തിയ ബിറു അലീനയോട് ദേഷ്യപ്പെട്ടു. നമ്മൾ തമ്മിൽ മുമ്പ് അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്നിട്ടും നീ എന്തിനാ വിവാഹത്തിന് സമ്മതിച്ചേ? പ്രണയമില്ലാണ്ട് എന്ത് വിവാഹമെന്നാ? എന്തായിരുന്നു നിന്റെ ലക്ഷ്യം? സത്യം പറ, എന്തായിരുന്നു നിന്റെ ലക്ഷ്യം? പവറും അധികാരവും ഒക്കെ കിട്ടി ഇങ്ങനെ ജീവിക്കാനോ? ഒരിക്കലും സ്നേഹത്തിലൊന്നും ഒരു ഫാമിലി നീ ആഗ്രഹിച്ചിട്ട് പോലുമില്ലല്ലേ? അങ്ങനല്ല ബിറു എന്നൊക്കെ അലീന പറയാൻ ശ്രമിച്ചെങ്കിലും ബിറു ഒന്നും കേൾക്കാൻ പോലും നിന്നില്ല. എല്ലാ കുറ്റങ്ങളും അലീനയുടെ തലയിൽ വെച്ചവൻ പുറത്തേക്ക് പോയി. അലീന ദുഃഖിതയായി മട്ടുപ്പാവിലിറങ്ങി വിഷമിച്ച് നിൽക്കാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് വാപ്പ കടന്നു വരുന്നത്. അലീന വിഷമിച്ച് കരഞ്ഞു നിൽക്കുന്നത് വാപ്പ കണ്ടു. കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഉമ്മയും ഇതുപോലെ തന്നെ ആയിരുന്നു. ഞാൻ കാണാതിരിക്കാൻ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാകുമ്പോ കരഞ്ഞു നിൽക്കും. പിന്നീട് കുറച്ചു കഴിഞ്ഞ് എന്നെ അടുത്തു വരും. പ്രശ്നത്തിൽ ഞങ്ങൾക്കിടയിൽ ഞങ്ങളൊരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തും. അതുപോലെ നിങ്ങളുമാകണം. ബിറു കുറച്ച് സ്റ്റെബോണാണ്, എന്റെ തന്നെ കുഴപ്പമാ. അവനെ ഞാൻ ഒരുപാട് പുന്നരിച്ചു വളർത്തി. പക്ഷേ നല്ല മനസ്സുള്ളവനാ. കഴിയുമെങ്കിൽ മോൾ അവളോട് ക്ഷമിക്കണം. അലീന ഒരു നിമിഷം ആലോചിച്ചിരുന്നു. എന്തായാലും അടുത്ത ദിവസം മുതൽ അലീന തന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോഴാണ് ബിറു സുഖമില്ലാതാകുന്നത്. ബിറുവിനോട് അവൾ വെറുപ്പ് കാണിച്ചില്ല, അവളെ പരിപാലിച്ചു. ഇതിനിടയിൽ അരുണ വിളിച്ചപ്പോ എന്താ നീ
ഉദ്ദേശിക്കുന്നേ? അവന്റെ കൂടെ ഇതുപോലെ ജീവിച്ച് മരിക്കാൻ പോകുവാണോ? ഡിവോഴ്സിനെ പറ്റിയും നീ ആലോചിക്കണം എന്ന മട്ടിലൊക്കെ സംസാരിച്ചു. ഞാൻ അതിനല്ല ശ്രമിക്കുന്നത് എന്നായിരുന്നു അവളുടെ മറുപടി. ഇതിനിടയിൽ റെങ്കാനിസിന്റെ മെസ്സേജ് ബെറുവിന് വന്നത് അലീന കണ്ടു. നന്നായി റെസ്റ്റ് ഒക്കെ എടുത്ത് സുഖപ്പെടട്ടെ എന്ന മട്ടിലുള്ള ഒരു വെൽവിഷായിരുന്നു അത്. അലീന കുറച്ച് അസ്വസ്ഥയായി. ബെറുവിന്റെ അസുഖം കുറയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അരുണയുടെ സഹായത്തോടെ ബെറുവിനെ അവൾ ആശുപത്രിയിലാക്കി. അന്ന് പോരുമ്പോ അരുണ പറഞ്ഞു, ഇതാണ് നിനക്ക് വിട്ടുപോവാൻ പറ്റിയ സമയം. ഞാനെങ്ങനെ വിട്ടുപോവാനാ? ഓ, എനിക്കിപ്പോ മനസ്സിലായി എന്താ നീ വിട്ടുപോവാത്തേന്ന്. എന്താന്നറിയോ, നീ ഇപ്പോ അവനുമായിട്ട് പ്രണയത്തിലായിരിക്കുക. നീ ചിന്തിക്കുന്നത് അവനൊരുപാട് സ്നേഹിച്ച, അവനെ പ്രണയിച്ച നിന്റെ പ്രണയം കൊണ്ട് അവൻ നിന്നെയും പ്രണയിക്കുമെന്നല്ലേ? ആ, കണ്ടറിയാം. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. അരുണാഥം പറഞ്ഞ് അവിടുന്ന് പോന്നു. എന്തായാലും അലീന തന്റെ ശ്രമങ്ങൾ തുടർന്നു. നല്ല രീതിയിൽ ബെറുവിനെ പരിപാലിച്ചു. താൻ പറയുമ്പോ ബെറു ഫോൺ മാറ്റിവെക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ട് അവൾ സന്തോഷിക്കുക പോലും ചെയ്തു. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. ബെറു അലീനയോട് ഒരു ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ബെറുവിന്റെ ബുക്ക് കളക്ഷന്റെ ഓരോ പേരും അവൾ പറയുന്നതും ഓർത്തു വെച്ചിരിക്കുന്നതും ഒക്കെ കണ്ട് അലീനയുടെ കഴിവിൽ ബെറു അതിശയിക്കുന്നുണ്ട്. Atau Gus mau sejarah babatan Ajawi. Mau yang mana jenengan? Ada Kant, Hegel, Byron, Nietzsche. അവളോടൊരു ആകർഷണം പോലും ബെറുവിന് തോന്നി. അടുത്ത ദിവസം ആശുപത്രിയിലേക്ക് അലീന വന്നപ്പോ കണ്ടത് ബെറു റെങ്കാനിസിന്റെ ഒരു ക്ലാസ് കേൾക്കുന്നതായിരുന്നു. അലീനയ്ക്ക് ചെറിയ കുശുമ്പും അസൂയും തോന്നാതിരുന്നില്ല. ബെറുവാണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ കാണലും തുടർന്നു. അധികം വൈകാതെ ബെറു സുഖപ്പെട്ട് വീട്ടിലെത്തി. അന്ന് പുലർച്ചെ ബെറു അലീനയ്ക്ക് അടുത്ത് ചെല്ലുവാണ്. ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടില്ലെങ്കിൽ അവർക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാമോ എന്നവൻ ചോദിച്ചതും അവൾ ആദ്യമൊന്നും വല്ലാതായെങ്കിലും അവൾ ഓക്കെ പറഞ്ഞു. പിന്നാലെ അവൾ ഭക്ഷണം പാചകം ചെയ്തു. ബെറുവിന്റെ കൂട്ടുകാർ വന്നു. കൂട്ടത്തിൽ റെങ്കാനിസും ഉണ്ടായിരുന്നു. റെങ്കാനിസിനെ കണ്ടതും അലീന കുറച്ച് വല്ലാതാവുന്നുണ്ട്. പക്ഷെ അവൾ അത് പുറത്തു കാണിച്ചില്ല. എല്ലാവരുടെയും കൂടെ അവളും കൂടി സംസാരിച്ചു. ബെറുവും താനും അടുപ്പത്തിലാണ് എന്ന പോലായിരുന്നു അവളുടെ പെരുമാറ്റമൊക്കെ. അവരാണെങ്കിൽ എൻജിഒയുടെ ഓരോ കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ്. ഇതിനിടയിൽ അവൾ ഭക്ഷണവും തയ്യാറാക്കി. അവരുടെ സംസാരമൊക്കെ ഒരു ഡോക്യുമെന്ററി ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു. ഏതെങ്കിലും ഒരു ബോർഡിംഗ് സ്കൂൾ കേന്ദ്രീകരിച്ച് ഡോക്യുമെന്ററി ക്രിയേറ്റ് ചെയ്യാമെന്ന സംസാരം വന്നപ്പോ അലീന അതിൽ സംസാരിച്ചു. എന്തുകൊണ്ട് അല്ലൻവാർ സ്കൂളിലായിക്കൂടാ എന്ന് ചോദിച്ചു. അലീനയുടെ സ്കൂളാണല്ലോ, അവിടെ ഏത് വിഷയത്തിൽ ചെയ്യും എന്ന് ചോദിച്ചപ്പോ സ്കൂളിലെ പഠനകാര്യങ്ങളിൽ, ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുട്ടികളുടെ മികവിനെ പറ്റിയൊക്കെ ചെയ്യാം എന്നായിരുന്നു അലീന പറഞ്ഞത്. അലീന പറഞ്ഞ കാര്യങ്ങളും പതിവ് ബോർഡിംഗ് സ്കൂളുകളിൽ നിന്ന് വിഭിന്നമായി അവിടെയുള്ള പ്രവൃത്തികളുടെ കാര്യങ്ങളുമൊക്കെ എല്ലാവരെയും ആകർഷിച്ചിരുന്നു. ബെറു ഒഴിച്ച് ബാക്കിയെല്ലാവരും അത് ചെയ്യാമെന്ന് പറഞ്ഞു. ബെറുവാണെങ്കിൽ എങ്ങനെയെങ്കിലും അലീനയെയും റെങ്കാനിസിനെയും രണ്ടിടത്തെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നീട് അടുക്കളയിൽ പോയ സമയത്ത് റെങ്കാനിസ് അലീനയ്ക്കടുത്ത് ചെന്നു. അലീനയോട് പറഞ്ഞു, ബെറുവും ഞാനും മുമ്പ് ഡേറ്റ് ചെയ്തിരുന്ന കാര്യം നിനക്കറിയാമോ? അറിയാമെന്നായിരുന്നു അലീനയുടെ മറുപടി. എനിക്കിപ്പോഴാ ആശ്വാസമായത്. എന്തായാലും നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കുവാണല്ലോ എന്നവൾ അലീനയോടായി പറഞ്ഞു. പക്ഷെ അലീന മറുപടി കൊടുത്തു, റെങ്കാനിസ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുവാണ്. ബെറു അത്രയ്ക്ക് സന്തോഷവാനൊന്നുമല്ല. ബെറുവിന്റെ എക്സ്പെക്ടേഷന്റെ അടുത്തെങ്ങും എനിക്കെത്താൻ സാധിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. നല്ലൊരു ഭാര്യയാകാൻ ഞാൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഫുഡ് റെഡിയായിട്ടുണ്ട്, വാ കഴിക്കാമെന്ന് പറഞ്ഞ് അലീന അവളെ ഡൈനിങ് ടേബിളിലേക്ക് ക്ഷണിച്ചു. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ റെങ്കാനിസ് അവിടെ ചിന്തിച്ചു നിന്നുപോയിരുന്നു. കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുവാണ്. തുടർന്ന് കാണാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലോ കമന്റ് ബോക്സിലെ ലിങ്കിലോ ക്ലിക്ക് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യൂ.